ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് പുതിയ പഞ്ച് ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റിംഗ് ഇമേജ് ഒക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഏകദേശം ഒരു വർഷമായിട്ട് വരാൻ തുടങ്ങിയതാണ്. അതിൽ ഇനീഷ്യൽ ടെസ്റ്റിംഗ് വണ്ടികളൊന്നും കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതൊരു ഫേസ് ലിഫ്റ്റ് എന്ന് വിളിക്കാമോ എന്നൊക്കെ തന്നെ ഡൗട്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വരാൻ തുടങ്ങിയ ഇമേജസിൽ പിന്നെയും കുറച്ചൊക്കെ വ്യത്യാസം ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ എന്തായാലും പഞ്ച് പുതിയ ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു ടീസർ ടാറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റും വന്നിട്ടുണ്ട്. ടീസറിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഈ വണ്ടിയുടെ പുതിയ DRLs ആണ്. നേരത്തെ DRLs എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ഒരു മറ്റേ ഔട്ട്ലൈനും സാധനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വലുതായിരുന്നു. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് സ്ലിം ആക്കിയിട്ട് ഒരു സ്ലിക്കായിട്ടുള്ള സിംഗിൾ DRLസിൻ്റെ പീസ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും അത് LED അല്ലായിരുന്നു, അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും അത് മാറ്റിയിട്ട് കംപ്ലീറ്റ് ഒരു ബൈ ഫങ്ഷണൽ DRLs പോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ LED സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വർക്കും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇത് പിന്നെ പെട്ടെന്ന് കാണുമ്പം കണക്റ്റഡ് DRLs ആക്കാമായിരുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഏതായാലും ഇത് കണക്റ്റഡ് അല്ല. പിന്നെ നമുക്ക് നോക്കാനാണെങ്കിലും ഹെഡ് ലാംപ്സിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ ഹാലജൻ ഹെഡ് ലാംപ്സ് ആയിരുന്നു സംഭവം. പ്രൊജക്ടറൊക്കെ ആയിരുന്നു 2020 സംബന്ധിച്ചിടത്തോളം. 2021 പഞ്ച് വന്ന് ആ ഒരു കാലഘട്ടത്തിൽ കുഴപ്പമില്ലായിരുന്നു, കണക്റ്റഡ് അല്ല, LED അല്ലാത്ത ഹെഡ്ലൈറ്റ്സ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാ വണ്ടികളിലും LED ഹെഡ്ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. ടാറ്റ അവരുടെ ടിയാഗോ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ടിയാഗോയിൽ കൊടുത്ത പോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു ഹെഡ് ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അവരുടെ ലേറ്റസ്റ്റ് വണ്ടികൾ, അതായത് പഞ്ച് EVയിലൊക്കെ വരുന്ന ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ടാണ്, അതല്ല ഇത്. പിന്നെ ഫോഗ് ലാംപ്സ് നമുക്ക് താഴത്തായിട്ട് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഗ്രില്ല് നോക്കാം. ഗ്രില്ല് എന്ന് പറയുമ്പോൾ മുകളിൽ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ആണ് വരുന്നത്. കണക്റ്റഡ് DRLസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണിത്. പിന്നെ ടാറ്റയുടെ പുതിയ ഒരു 2D പോലത്തെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ക്യാമറ നമുക്ക് കാണാൻ പറ്റും. സോ അത് കൺഫേം ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിൽ 360 ക്യാമറ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യം. മിറേഴ്സിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഫ്രണ്ട് ഡിസൈനിൽ അതല്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബമ്പറിൻ്റെ ഡിസൈനിലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിൽവർ എലമെൻറ്റ്സിൻ്റെ കുറച്ച് എക്സ്ട്രാ യൂസ് ആണ്. അതുപോലെ തന്നെ ഒരു ചെറിയ എയർ കട്ടൺ പോലത്തെ സാധനം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ പഞ്ചിലും ഉണ്ടായിരുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്തായാലും കാണുമ്പം പഴയ പഞ്ച് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് തന്നെയാണ് ഇവർ ഫ്രണ്ട് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. ഈ താഴത്തെ ഒരു സിൽവർ എലമെൻറ്റ് ഇത്തിരി ഓവറായെന്ന് എനിക്ക് തോന്നി, വേറെ കുഴപ്പമില്ല. ഇനി അടുത്ത ചേഞ്ച് വന്നിരിക്കുന്ന ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണ്. അതിലും നല്ലൊരു വ്യത്യാസം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ കാലമായിട്ട്, അതായത് 2021 ഇറങ്ങിയ പിന്നെ പഞ്ചിന് ടെയിൽ ലാംപ്സിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. പഞ്ച് EV ഇറക്കിയപ്പോൾ പോലും അവർ ഫ്രണ്ട് മാത്രമേ മാറ്റുള്ളൂ. ഫ്രണ്ട് അത്യാവശ്യം നല്ലൊരു ചേഞ്ച് ആയിരുന്നു അത്. പക്ഷേ റിയറിൻ്റെ കാര്യത്തിൽ സെയിം എക്സാക്റ്റ് എന്താണോ ഉണ്ടായിരുന്നത്, ബമ്പറൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അവർ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി LED ടെയിൽ ലാംപ്സ് ആക്കിയിട്ടുണ്ട്, കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആക്കിയിട്ടുണ്ട് ബാക്കിൽ. അതുപോലെ അതിൻ്റെ എൻഡിലത്തെ പോർഷനിൽ മാത്രമാണ് ലൈറ്റ് ഉള്ളത്, പിന്നെ അങ്ങോട്ട് കണക്ട് ചെയ്ത് പോവാണ്. ഡിക്കിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പോർഷനിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ സാധനം മാത്രമേ ഉള്ളൂ. താഴത്തെ മൊത്തം ഒരു ബ്ലാക്ക് എലമെൻറ്റ് വെച്ച് പിന്നെയും കവർ ചെയ്താണ് പോയിരിക്കുന്നത്. മൊത്തത്തിൽ കാണുമ്പം അത്യാവശ്യം നല്ല രസമുള്ളൊരു ഡിസൈൻ തന്നെയാണ്. പിന്നെ റിയർ വൈപ്പറൊക്കെ ഉണ്ട്, ഹിഡനൊന്നും നല്ല നോർമലാണ്. അതുപോലെ തന്നെ നമുക്ക് സ്പോയിലർ അവൈലബിൾ ആണ്. ഇനി അടുത്ത ചേഞ്ച് വന്നിരിക്കുന്ന ഈ വണ്ടിയുടെ അലോയ് വീൽസിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണ്. അതിലും 16 ഇഞ്ച് തന്നെയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ സൈസ് ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ 17 ഇഞ്ച് എന്തായാലും ഈ സെഗ്മെൻറ്റുള്ളൊരു വണ്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും സൈസ് 16 ഇഞ്ച് തന്നെയായിരിക്കും. പക്ഷേ കാണുമ്പോൾ ഉള്ള ആ ഒരു വിഷ്വൽ ലുക്കിൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതൊരു ബ്ലാക്കിൻ്റെ അകത്ത് ക്രോം ഇട്ടിട്ടുള്ള പോലത്തെ അലോയ്സ് ആണ്, ഡയമണ്ട് കട്ടാണെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ പഞ്ചിൻ്റെ അലോയ്സ് അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. പഞ്ചിൻ്റെ അലോയ് വീൽസിൽ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നുമില്ലായിരുന്നു. പഴയതും ഡയമണ്ട് കട്ടല്ലായിരുന്നു, ഇതുപോലെ ബ്ലാക്കിൽ ക്രോം ഇട്ടിട്ടുള്ള പോലത്തെ വീൽസ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്കിതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ കാര്യത്തിൽ അവരിപ്പോൾ ടീസ് ചെയ്തിരിക്കുന്നത് വെച്ച് പറയാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഈ വണ്ടിയുടെ ലോഞ്ചാണ്. ഈ വരുന്ന ജാനുവരി 13 അവർ ഈ വാഹനം കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് അൺവെയിൽ ആണോ എന്നറിയില്ല, പക്ഷേ ഇപ്പോൾ ടാറ്റ ടീസേഴ്സിൽ തന്നെ വണ്ടി അത്യാവശ്യം നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അൺവെയിൽ ആവാൻ സാധ്യതയില്ല. നമുക്ക് പ്രൈസ് അടക്കം എല്ലാ ഡീറ്റെയിൽസും ഈ ജാനുവരി 13 തന്നെ അറിയാൻ പറ്റേണ്ടതാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്നും അവർ ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയും ഇഷ്ടംപോലെ ദിവസമുണ്ട്, ഏകദേശം ഒരു 7-8 ദിവസം കൂടെ ഉണ്ട് അവർക്ക് ബാക്കി. അതുകൊണ്ട് സുഖമായിട്ട് ഇൻറ്റീരിയർ അവർക്ക് ടീസ് ചെയ്യാവുന്നുള്ളൂ. ബാക്കി വണ്ടിയുടെ ഡിസൈൻ ആസ്പെക്ട്സും ഫീച്ചേഴ്സും എല്ലാവരും പതുക്കെ ടീസ് ചെയ്തോളും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇൻറ്റീരിയറിൻ്റെ ടീസറൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ പഴയ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിന് മുന്നേ ഇഷ്ടംപോലെ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ സ്റ്റിയറിംഗ് വീല് മാറിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ പുതിയ ആ ഒരു ഇലുമിനേറ്റഡ് ലോഗോ ഒക്കെ ഉള്ള ട്വിൻ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പുതിയ 10.25 ഇഞ്ചസിന് ഇൻഫോർടൈൻ സിസ്റ്റം
വന്നിട്ടുണ്ട്. ഇൻസ്റ്റോൺ ക്ലസ്റ്റർ പഞ്ച് EVയിൽ കിട്ടുന്ന പോലത്തെ 10.25 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ അല്ല, കുറച്ചും കൂടെ വ്യത്യാസമുള്ള അവരുടെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ തന്നെയാണ്. പക്ഷേ ഫുള്ളി ഡിജിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, സെമി ഡിജിറ്റലാണ്. നടുവിലൊരു TFT ഡിസ്പ്ലേ ഉണ്ടാവും, അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ മറ്റേ ഗേജ് പോലത്തെ സാധനം, അതായത് ഇപ്പോഴത്തെ സിയറയുടെ ഒക്കെ ഏകദേശം ബേസ് മോഡൽ വരുന്നതിൻ്റെ കുറച്ചും കൂടെ ഒരു കൂടിയ വേർഷൻ എന്ന് പറയാം. അങ്ങനത്തെ ഒരു ക്ലസ്റ്ററാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബാക്കി സാധനങ്ങൾ ഇപ്പോൾ ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഇമേജിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണാനില്ല. ഏകദേശം നമ്മുടെ 5GB ഉള്ളതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും മാറ്റം വന്നിരിക്കുന്നത്. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ പാഡ് അത് മൊത്തം മാറുമായിരിക്കും. പിന്നെ നമുക്ക് സെൻറ്റർ കൺസോളിൽ കുറച്ച് ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്ട്സ് അങ്ങനത്തെയൊക്കെയുള്ള വ്യത്യാസമാണ് ഇതിനകത്ത് ആകെപ്പാടെ ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇമേജസ് എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ടാറ്റ എൽട്രോസ് ഇറക്കിയ സമയത്ത് അതിൻ്റെ ഫേസ് ലിഫ്റ്റിൽ ഇൻറ്റീരിയർ അത്യാവശ്യം മാറ്റിയായിരുന്നു. ഡിസൈൻ മാത്രമല്ല ഫീച്ചേഴ്സും മാറ്റി. ഫീച്ചേഴ്സ് പിന്നെ ഓൾറെഡി അവർ റേസർ കുറേ സ്പെഷ്യൽ എഡിഷൻസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. എന്നാലും ഈ വണ്ടിയിലും സത്യം പറഞ്ഞ ഇൻറ്റീരിയറിൽ കുറച്ച് വ്യത്യാസമൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ആ മൊത്തത്തിലുള്ളൊരു പാറ്റേണൊക്കെ മാറി ഒരു ലേറ്റസ്റ്റ് ടാറ്റയുടെ വണ്ടികൾ പോലെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അതല്ലാതെ വയർലെസ് ചാർജറും 360 ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ഇനി എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട, അതെന്തായാലും സെയിം തന്നെയായിരിക്കും. ഒരു വ്യത്യാസവും ഈ വണ്ടിയിൽ വരാൻ പോകുന്നില്ല. 1.2 ലിറ്റർ റെവോട്രോൺ പെട്രോൾ എഞ്ചിനാണ്, 3 സിലിണ്ടറാണ്, 86 PS പവറും 113 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMTയിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് CNG, അതായത് ICNG എന്ന് പറയുന്ന ട്വിൻ സിലിണ്ടർ ടെക്നോളജിയൊക്കെയുള്ള CNG ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.